എറണാകുളം പുത്തൻകുരിശിൽ നിന്നൊരു വാർത്തയുണ്ട്. പുത്തൻകുരിശിൽ കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. 12 കാറുകൾ ഭാഗികമായി കത്തിനശിച്ചു. പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, തീ പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അഗ്നി രക്ഷാ സേനാ അംഗങ്ങളൊക്കെ സ്ഥലത്ത് ഇപ്പോഴും തുടരുന്നുണ്ടോ? എങ്ങനെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്? ഇതിനോടകം തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ എറണാകുളം പുത്തൻകുരിശിലെ രാജേഷ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള SM എന്ന വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയാണ് വലിയ തീപിടുത്തമുണ്ടായത്. ഒട്ടേറെ കാറുകൾ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഈ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവയിൽ 12 കാറുകൾ ഭാഗികമായി കത്തിനശിച്ചു. അതേസമയം തീപിടുത്തമുണ്ടായ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പട്ടിമറ്റം ഫയർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരാണ് ആദ്യം സ്ഥലത്തെത്തിയത്. ഇത് തികയാതെ വരും എന്നുള്ള ഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും കൂടാതെ ഗാന്ധിനഗറിൽ നിന്നും ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി. 5 യൂണിറ്റുകളാണ് സ്ഥലത്തെത്തിയത്. 30 ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഇവർ ഏതാണ്ട് 3 മണിക്കൂർ നേരം അക്ഷീണ പ്രയത്നം നടത്തിയാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് പൂർണ്ണമായും തീ അണയ്ക്കാനായത്. അതേസമയം ഈ തീപിടുത്തത്തിൻ്റെ കാരണം ഇനിയും അറിവായിട്ടില്ല. കാറുകൾക്ക് നല്ല തോതിൽ തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഭാഗികമായി കത്തി നശിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇവയിൽ ചിലതൊക്കെ ഇനി നന്നാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. അതേസമയം ഏതാണ്ട് 10-ലധികം കാറുകൾ ഫയർഫോഴ്സിൻ്റെ ശ്രമഫലമായി ഈ തീപിടുത്തം ഉണ്ടായെടുത്തുനിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് തള്ളി മാറ്റാനും സാധിച്ചു. അതുകൊണ്ട് കൂടുതൽ നാശനഷ്ടം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി പ്രദീപ് ജോസഫ്, ഏതായാലും ആളപായമില്ല എന്നത് വലിയ ആശ്വാസം. പക്ഷേ ഭാഗികമായി കാറുകൾ കത്തി നശിച്ചു എന്ന് പറയുന്നു. അതൊക്കെ ഇനി എന്തെങ്കിലും ചെയ്ത് നന്നാക്കി എടുക്കാൻ കഴിയുമോ എന്നത് തന്നെ സംശയമാണ് എന്നും പറയുന്നുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്.